ധൈര്യത്തോടെ കൊണ്ട് നടന്നൂടെ? അത്തരം സ്വപ്നങ്ങളൊന്നും എനിക്കില്ല മാഡം. മാഡം ഒന്ന് ആലോചിച്ചു നോക്ക്. ഇവിടുന്ന് നഷ്ടപ്പെട്ട ആഭരണങ്ങൾ ചെടിച്ചട്ടിയിൽ വെക്കണമെങ്കിൽ അന്ന് ആ സ്വർണ്ണം എടുത്തവർക്കും ഇന്ന് അത് കൊണ്ടുവന്ന് വെച്ചവർക്കും ഒക്കെ എന്നോടെന്തോ വൈരാഗ്യമില്ലേ? വേറൊന്നുമല്ല മാഡം, ഒരു ദിവസം ഇതുപോലൊന്ന് സംഭവിക്കും. അന്ന് എന്നെ രക്ഷപ്പെടുത്താനോ എനിക്ക് വേണ്ടി സംസാരിക്കാനോ സൂര്യ സാർ ഉണ്ടാവില്ല. മിക്കവാറും അന്നായിരിക്കും എന്നെ എന്തെങ്കിലും ചെയ്ത് കൊല്ലുന്നത്. നന്ദിനി, ഞാൻ പോവും മാഡം, എത്രയും പെട്ടെന്ന് പോവും. എനിക്ക് സൗഭാഗ്യങ്ങളൊന്നും വേണ്ട. എനിക്ക് എന്റെ ചെറിയ വീട് മതി. അവിടെയുള്ള എന്റെ അച്ഛനും അനിയത്തിമാരും മതി. അവിടെയുള്ള ഞങ്ങളുടെ ചെറിയ സ്വപ്നങ്ങളും മതി. നീ ഇവിടുന്ന് ഇറങ്ങേണ്ട കാര്യമൊന്നും ഇല്ല നന്ദിനി. ഇതൊരു പെണ്ണിന്റെ അവകാശമാ. നിന്നെ ഒരാള് താലി കെട്ടിയാണ് ഈ വീടിനകത്ത് നിർത്തിയിരിക്കുന്നത്. നിന്നെ അടിച്ചൊതുക്കാൻ ആര് ശ്രമിച്ചാലും അത് നീ വിട്ടുകൊടുക്കരുത്. ഞാൻ ആന്റിയെ ഒന്ന് കാണട്ടെ. ആന്റിയോട് ഇത് സംസാരിച്ചില്ലെങ്കിൽ ശരിയാവില്ല. വേണ്ട മാഡം, എനിക്ക് വേണ്ടി മാഡം സംസാരിക്കണ്ട. ഞാൻ സംസാരിക്കും. കാരണം നിന്നെ എനിക്ക് അത്രയ്ക്കിഷ്ടം. ആന്റി, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആന്റി. എന്റെ സ്ഥാനം അപഹരിച്ചെടുത്തവളാണെങ്കിലും നന്ദിനി ഒരു പാവമാണെന്നാ ഞാൻ കരുതിയിരുന്നേ. പക്ഷേ അവളുടെ മനസ്സിൽ ഇത്രയും ദുഷ്ടതയുണ്ടെന്ന് എനിക്കിപ്പോഴാ ബോധ്യമായത്. മിത്രയ്ക്ക് അത് ബോധ്യാവും. പക്ഷേ ഇവിടെ ഉള്ള ചിലവർക്ക് അത് മനസ്സിലായിട്ടില്ല. ആന്റി ആയതുകൊണ്ടാ. എന്റെ അച്ഛനും അമ്മയായിരുന്നെങ്കിൽ അവളെ ഇവിടെ അടിച്ചെറുക്കാതെ വിശ്രമിക്കില്ലായിരുന്നു. ആന്റി എന്താ പോലീസിനെ വിളിക്കാതിരുന്നേ? ആരെ പേടിച്ചിട്ടാ ആന്റി? അളകാപുരിയിലെ പത്മയുടെ വീട്ടിൽ നിന്ന് അനധികൃത സമ്പാദ്യം കണ്ടെത്തിയെന്നൊരു വാർത്ത വന്നാ അവളെ അത് ബാധിക്കോ? ഇല്ല. പക്ഷേ ആന്റിയുടെ സ്ഥാനം അതാണോ? ഈ സമൂഹത്തില് അത്രയും നല്ല നിലയിലാ ആന്റി കഴിയുന്നേ. കുടുംബത്തിന്റെ നിലയും വിലയും അവളെ സംരക്ഷിക്കണവർക്ക് അറിയില്ല മിത്ര. ഞാനിപ്പോ നന്ദിനിയോട് സംസാരിച്ചു. ആന്റിയോട് ഫൈറ്റ് ചെയ്യാവുന്ന രീതിയിലാ അവള് പറയുന്നേ. സൂര്യ കെട്ടിയ താലി എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഇതെന്റെ അവകാശമാണ്, എന്നെ ഇവിടുന്ന് അടിച്ചിറക്കാൻ ശ്രമിച്ച അമ്മയും മക്കളും അനുഭവിക്കുക എന്നാ അവള് പറയുന്നേ. ചിലപ്പോ ദേഷ്യത്തില് പറഞ്ഞതായിരിക്കും. പക്ഷേ ദേഷ്യത്തിലല്ല, അതവളുടെ തീരുമാന. അവൾക്ക് ഈ കുടുംബം ഇല്ലാതാക്കണം. ഈ കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതാക്കണം. ഞാൻ ഇതിനിടയിലേക്ക് വന്ന് കയറണ്ടായിരുന്നു. ഇതൊന്നും കാണണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ വന്ന് കയറാൻ ആഗ്രഹിച്ച ഈ വീട് സമാധാനത്തിലും സന്തോഷത്തിലുമാണെന്ന് കരുതി എവിടെയെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു.
ഐ എം റിയലി സോറി ആന്റി. ആന്റി, ഞാൻ ഇറങ്ങുക. പോട്ടെ അങ്കിൾ. കേട്ടില്ലേ നിങ്ങള്? സൂര്യ കെട്ടിയ താലി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് അവളുടെ അവകാശമാണെന്ന് പറഞ്ഞു. ആര്? ആ വേലക്കാരി. സ്വന്തം കുടുംബം അവൾ ഇല്ലാതാക്കുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന പിന്തുണയാ കാരണം. മിത്ര നല്ലവളാണെന്ന് താൻ കരുതുന്നു. അതുകൊണ്ട് മിത്രയുടെ വാക്ക് തനിക്ക് വേദവാക്യമാണ്. പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, നന്ദിനി അങ്ങനെ ഒരു കാര്യം പറയില്ല. കാരണം താൻ ഈ കുടുംബത്തിനകത്താണെന്ന് ഇന്നുവരെ അവള് വിശ്വസിച്ചിട്ടില്ല. അപ്പോഴും നിങ്ങൾക്ക് അവളെ ന്യായീകരിക്കണം അല്ലേ? അല്ല, ഇതെല്ലാം നിങ്ങളുടെ കൺമുമ്പിലല്ലേ നടക്കുന്നത്? വന്നുപോയ ഉദ്യോഗസ്ഥന്മാർ അവരുടെ കയ്യിലിരിക്കുന്ന ആഭരണങ്ങൾ വെച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത അവരുടെ മുന്നിൽ പോയി നിൽക്കേണ്ട ഞാനും നിങ്ങളും അല്ലേ? അല്ലാതെ അവളാ? ബിസിനസ്സുകാരായ നമുക്ക് ഇതിനു മുമ്പേ റെയ്ഡും അതിനെ തുടർന്നുള്ള വിശദീകരണങ്ങളൊക്കെ ആവശ്യമായി വന്നിട്ടില്ലേ? പിന്നെ ഇപ്പൊ മാത്രം എന്തോ ഒരു പ്രത്യേകത. പോലീസിനെ വിളിക്കാൻ സൂര്യ പറഞ്ഞതല്ലേ? നന്ദിനി സമ്മതിച്ചതുമാണല്ലോ. പിന്നെന്താ വിളിക്കാതിരുന്നത്? ഒറ്റയടിക്ക് ഇതെല്ലാം പരിഹരിക്കാനുള്ള ഒരു അവസരമായിരുന്നല്ലോ. അടുത്ത തവണ വിളിക്കാം. അവളൊരു പ്രശ്നം ഉണ്ടാക്കാൻ അധികകാലം വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. എന്നെങ്കിലും ഒരിക്കൽ ഈ കുടുംബത്തില് അവള് ചെയ്യുന്ന കടുത്ത ദ്രോഹത്തിന്റെ പേരിൽ ഞാൻ അവളെ ഒരു പൂട്ടും. അന്ന് നിങ്ങൾ അച്ഛനും മകനും മനസ്സിലാവും നിങ്ങളെ അവള് വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. നന്ദിനി, നന്ദിനി, ആ താൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായോ? ഇവിടെ ആരെങ്കിലും തന്നെ ബുദ്ധിമുട്ടിച്ചോ? ഉണ്ടെങ്കിൽ പറ. ഈ നിമിഷം അത് ചോദിച്ചിട്ട് ബാക്കി കാര്യം. എന്നോട് ആരൊന്നും പറഞ്ഞില്ല സർ. കള്ളം പറയരുത്. ഞാൻ നിന്റെ ഭർത്താവാ, തന്നെ സംരക്ഷിക്കേണ്ട ആളാ. അതുകൊണ്ടാ ഉത്തരവാദിത്വത്തോടെ ചോദിക്കുന്നത്. ഇല്ല സർ, ആരും ഒന്നും പറഞ്ഞില്ല. ഓക്കെ, താൻ ഫുഡ് വെച്ചോ? അതോ സങ്കടം കാരണം കഴിക്കണ്ടെന്ന് വെച്ചോ? ഞാൻ കഴിച്ചു സർ. ആ, ദാറ്റ്സ് ഗുഡ് ഗുഡ് ഗുഡ്. സർ, എനിക്ക് സാറിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ കുടിക്കുന്നതെന്നുള്ള ചോദ്യം ഒഴിച്ച് വേറെ എന്തും തനിക്ക് ചോദിക്കാം. ചോദിക്കുക. സാറിന് എന്നെ സംശയമുണ്ടോ? ചെടിച്ചട്ടികളിൽ നിന്ന് കിട്ടിയ സ്വർണത്തിന്റെ കാര്യത്തില് സാർ എന്നെ സംശയിക്കുന്നുണ്ടോ? തന്നെ ഞാൻ സംശയിക്കുന്നു എന്നല്ലേ? നന്ദിനി, തന്നെ പോലെ നന്മയുള്ള ഒരുത്തിയെ ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. താൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെൻ്റെ ഒരു വിശ്വാസമാണ്.